സ്വർഗാധിപരീയസി, പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരം. എൻ്റെ സഹോദരൻ ഭരതൻ എന്നെ കൂടാതെ ഒരിക്കലും കൊട്ടാരത്തിൽ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞ് ജടാമൃതധാരിയായി വെറും നിലത്ത് കിടന്ന് ഗോമൂത്രം കുടിച്ച് താമസവേഷധാരിയായി കഴിയുന്നതായ സമയത്ത് എനിക്കൊരിക്കലും കൊട്ടാരത്തിൽ വന്ന് അന്തി ഉറങ്ങാൻ സാധ്യമല്ല. എത്രയും വേഗത്തിലേക്ക് തിരിച്ചു ചെല്ലണം, അതിനുവേണ്ട ഏർപ്പാടുകൾ ചെയ്യൂ. ഇനി അടുത്ത പരിപാടി അതാണ്. അതുകൊണ്ട് സീതാദേവിയെ കൂട്ടിക്കൊണ്ടുവരാൻ ഏർപ്പാടെല്ലാം ചെയ്യുമെന്ന് ഭഗവാൻ ആഞ്ജനേയ സ്വാമി വിളിച്ച് കൽപ്പിക്കുകയാണ്. ആഞ്ജനേയ, എത്രയും വേഗത്തിൽ സീതാദേവിയുടെ അടുത്ത് ചെന്ന് സീതാദേവിയുടെ വിവരം ധരിപ്പിക്കൂ. രാവണവധം കഴിഞ്ഞു, ഞാൻ എത്തിയിട്ടുണ്ട് എന്ന് സീതാദേവിയോട് അറിയിക്കും. രാവണവധം കഴിഞ്ഞു എന്ന് കേൾക്കുന്നതായ സമയത്ത് സീതാദേവിയുടെ മുഖഭാവം എന്താണെന്നുള്ള പ്രത്യേകം നോക്കിയിട്ട് വരൂ എന്ന് പറയാം. ഇനി കേട്ട സമയത്ത് ആഞ്ജനേയ സ്വാമിക്ക് വിഷമായി. രാവണവധം കഴിഞ്ഞു എന്ന് കേൾക്കുന്ന സമയത്ത് സീതാദേവിയുടെ മുഖഭാവം എന്താണെന്നുള്ള പ്രത്യേകം നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലേ? കാരണം രാവണൻ മരിച്ചു എന്ന് കേൾക്കുന്ന സമയത്ത് സീതാദേവിക്ക് മുഖത്ത് എന്തെങ്കിലും വിഷമം ഉണ്ടാവും.